എൻ്റെ ഒരു അനുഭവങ്ങൾ പങ്കിടാമെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രതീക്ഷയുമായിട്ടാണ് ഈ അടുക്കളയിലേക്ക് ഞാൻ പറ്റിക്കപ്പെട്ട ഒരു കടയിൽ പോയി കഴിഞ്ഞ സാധനങ്ങളുടെ വില ചോദിക്കാതെ സാധനം വാങ്ങും. അവർ പറയുന്നത് എന്താണ് അത് കൊടുക്കുന്ന ഇറങ്ങിപ്പോരും. ബാക്കി കിട്ടിയത് ബാക്കി എത്രയാണെന്ന് പോലും ഞാൻ നോക്കാറില്ല. അത് എവിടെ വയ്ക്കും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ സ്വയം ആർജിച്ചെടുത്ത കഴിവുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ എന്നെ വിളിച്ചിട്ട് ഇവൻ ഇങ്ങനെയൊന്നും അല്ല ഞാൻ കാണുമ്പോൾ ഇവനൊരുമാതിരി പ്രാന്തനെ പോലെയായിരുന്നു. ഇപ്പോൾ ഇവ തന്നെ സുന്ദരനായിരുന്നു. അതിന് ക്രെഡിറ്റ് എനിക്ക് കേട്ടപ്പോൾ അഭിമാനം തോന്നി കേട്ടോ. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിപ്പോൾ രാവിലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുക്കളയിലൊക്കെ എത്തി. ആൻസൂട്ടൻ്റെ പരീക്ഷയാണ്, അതുകൊണ്ട് അവനിപ്പം ഒന്ന് കിടന്ന് ഉറങ്ങുവാണ്. ഇച്ചിരി കഴിയുമ്പോൾ അവനെ എഴുന്നേൽപ്പിച്ച് അവനെ പഠിക്കാനായിട്ട് ഇരുത്തണം. എഴുതി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. മാത്സിൻ്റെ എക്സാമാണ്. അപ്പം ആൻസ് ട്യൂഷനൊക്കെ പോകുന്നതുകൊണ്ട് കുറച്ചൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ നന്നായിട്ട് മാത്സ് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. പിന്നീട് എന്തോ അങ്ങോട്ട് പിന്നെ അറിയാൻ പാടില്ലാതെ സ്റ്റേറ്റിലേക്കൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊന്നുമല്ല, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ചേട്ടൻ മീനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തീരെ വയ്യായിരുന്നു, ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നേ. ജലദോഷം പനിയൊക്കെ വന്നിട്ട് കഫക്കെട്ട് അങ്ങോട്ട് മാറുന്നില്ല. ആവിയൊക്കെ നമ്മൾ പിടിക്കുന്നുണ്ട്, പതുക്കെയാണ് മാറുള്ളൂ. ചുമ തന്നെ ഒന്ന് മാറിക്കിട്ടിയത് മഹാഭാഗ്യം എന്നും പറഞ്ഞാൽ ഞാനിരിക്കുന്നത്. അപ്പോൾ രാവിലെ ചേട്ടൻ മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കഷ്ണങ്ങളൊക്കെ ആക്കിയെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുക. അതെടുത്തിന് കറി വെച്ചാൽ മതി. പിന്നെ കൂടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചക്ക പുഴുങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ചക്ക സീസൺ ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ തീർന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അരിഞ്ഞ ഇച്ചിരി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇരിപ്പുണ്ട്. അപ്പം അത് ചക്കപ്പുഴുക്കും മീൻകറിയും ഉണ്ടാക്കിക്കൊണ്ട് ഞാനൊരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഒരു റീമാരേജ് ആണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. എൻ്റെ ഇതിന് മുന്നിലുള്ള ലൈഫും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഒറ്റയ്ക്കുള്ള ഒരു 10-12 വർഷക്കാലത്തേക്ക് ഒറ്റയ്ക്കുള്ള ഒരു ലൈഫ് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാവുന്നതാണ്. അപ്പം എൻ്റെ ഒരു അനുഭവങ്ങൾ പങ്കിടാമെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിധവ എന്നാൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്ന് കൊള്ളണം എന്നാണോ? ആഘോഷങ്ങളിലൊന്നും പങ്കുകൊള്ളണ്ടേ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് എൻ്റെ അനുഭവങ്ങൾ. ഞാൻ നിങ്ങളോടല്ലാതെ വേറെ ആരോടാ മനസ്സ് തുറക്കാൻ. അപ്പം നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ ഉള്ളി ഇഞ്ചി അതെല്ലാം കൂടെ വൃത്തിയാക്കി ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ മീൻകറി വെക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കഴുകുന്നതോടൊപ്പം തന്നെ നമുക്ക് സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ എനിക്കും ബോറടിക്കില്ല, കുക്കിങ് മാത്രം കാണുന്ന നിങ്ങൾക്കും ബോറടിക്കില്ല. അപ്പോൾ ഇതെല്ലാം കഴുകി അരിഞ്ഞ് നമുക്കങ്ങ് സംസാരിച്ച് പോകാം. അപ്പോൾ പാചകവും എല്ലാം കൂടി ഒരുമിച്ചങ്ങ് പോകൂലേ. ചേട്ടനാണെങ്കിൽ തേങ്ങ പൊതിച്ച് തന്നിട്ടാണ് പുല്ല് വെട്ടാൻ പോയത് കേട്ടോ. പുല്ല് വെട്ടാൻ പോയേക്കുവാ. നമുക്കിതിനിപ്പം അരിയാം, അരിഞ്ഞുകൊണ്ട് സംസാരിക്കാം. മീൻ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കോ. ഫ്രീസറിലല്ല, താഴെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ കട്ട പിടിക്കത്തില്ല, സ്മെല്ല് വരത്തുമില്ല. ഞാനൊരു ലെഫ്റ്റ് ഹാൻഡറാണ് കേട്ടോ. ഞാനൊരു ലെഫ്റ്റ് ഹാൻഡർ ആണ്. എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് വന്ന ഒരു കമൻറ്റ് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്. അതായത് നമ്മുടെ സെയിം സിറ്റുവേഷനിലുള്ള ആളുകൾ നമ്മുടെ വീഡിയോ കാണാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും, നമ്മുടെ സെയിം സിറ്റുവേഷനിലുള്ളവർ. അപ്പം അവർക്ക് പല സംശയങ്ങളും, അല്ലെങ്കിൽ ഞാൻ കടന്നുപോയ വഴികൾ എന്ന് പറയുമ്പോൾ അത് 10-12 കൊല്ലം ബാക്കിലേക്കായിരുന്നു അല്ലേ, 13 കൊല്ലം പുറകിലേക്കായിരുന്നു. ഈ നവംബർ വരണം 13 വർഷത്തിലേക്ക് വരുമ്പം. അപ്പം അതിന് 13 കൊല്ലം മുമ്പ് അനുഭവിച്ച കാര്യങ്ങളെന്ന് പറയുമ്പോൾ അതേ സെയിം സിറ്റുവേഷൻസ് ഇപ്പോൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടല്ലേ. അപ്പോൾ അവരുടേതായ ഓരോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും. അങ്ങനെ പറഞ്ഞൊരു കാര്യമാണ്, വിധവകൾ വീട്ടിൽ ഒതുങ്ങിക്കൂടാനുള്ളവരാണോ? അവർക്ക് ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കാൻ പാടില്ലേ? ഞാൻ അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് കുറ്റം പറഞ്ഞു. അവിടെ ഭർത്താവ് മരിച്ചിട്ട് അധികം നാളായില്ല,
അന്നത്തേക്ക് അവൾ കണ്ടില്ലേ അണിഞ്ഞൊരുങ്ങി ആഘോഷ കല്യാണത്തിന് പോകുന്നു, മാമോദിസയ്ക്ക് പോകുന്നു, 28 കെട്ടിന് പോകുന്നു, വീട് കയറി താമസത്തിന് പോകുന്നു. ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല ഈ നാട്ടിൽ. ഒക്കെ വല്ലയിടത്ത് അടങ്ങി ഒതുങ്ങിയിരുന്നാൽ പോരെ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പുറത്തിറങ്ങേണ്ട കാര്യമുണ്ടോ? കണ്ണെഴുതാൻ പറ്റുമോ? പൊട്ട് കുത്താൻ പറ്റുമോ? നല്ല ഡ്രസ്സ് ഇടാൻ പറ്റുമോ? വെള്ളവസ്ത്രം ഇട്ട് നടക്കാൻ പാടില്ലേ? അപ്പോൾ ഞാനന്ന് നേരിട്ട പ്രശ്നങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു. ഭർത്താവ് ഉണ്ടെന്നും കരുതി ബെറ്ററായിട്ട് ജീവിക്കണമെന്നില്ലല്ലോ, ഭർത്താവില്ല എന്നും കരുതി മോശമാകണമെന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യം മൂലമാണ്. അത് ഓരോരുത്തരുടെ സന്തോഷമാണ്. ഇപ്പം ഭർത്താവ് മരിച്ചു എന്നും കരുതിക്കൊണ്ട് ആ മരിച്ച ഭർത്താവ് ആഗ്രഹിക്കുക ഭാര്യ എന്നും വെള്ളവസ്ത്രം ഇട്ട്, അല്ലെങ്കിൽ ആ മരിച്ച വ്യക്തിയുടെ ആത്മാവ് ആഗ്രഹിക്കുക ഭാര്യ എന്നും വെള്ളവസ്ത്രം ഇട്ട് യാതൊരു ആഘോഷങ്ങളിലും പങ്കെടുക്കാതെ എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് വീടിനകത്ത് ഒതുങ്ങിക്കൂടി മുഖവും മറച്ചാരെയും കാണാതെ മറക്കുടയ്ക്കുള്ളിലിരിക്കണമെന്ന് ഒരു ഭർത്താക്കന്മാരും ആഗ്രഹിക്കത്തില്ല. ഭാര്യയോട് സ്നേഹമുള്ള ആരും ആഗ്രഹിക്കത്തില്ല, അല്ലെങ്കിൽ മരിച്ചുപോയവരാരും ആഗ്രഹിക്കത്തില്ല. നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം, ഈ കമൻ്റ് ഇടുന്നവർ മരിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നവർ മരിച്ചു കഴിഞ്ഞാൽ, ഇനി ഒതുങ്ങിക്കൂടണം എന്ന് പറയുന്നവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ചിന്താഗതി ഇതാണോ? അവരുടെ കുടുംബങ്ങളെല്ലാം എപ്പോഴും ദുഃഖിച്ചിരുന്നോളണം, ഞാൻ മരിച്ചല്ലോ അതുകൊണ്ട് എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ദുഃഖിച്ചിരിക്കണം, അവർക്ക് ഇനി യാതൊരു ആഘോഷമൊന്നും പാടില്ല, എനിക്ക് കിട്ടാത്തത് നിനക്ക് വേണ്ടാന്ന് ഏതെങ്കിലും ആത്മാക്കൾ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? അതുമാത്രം ഒന്ന് ചിന്തിച്ചാൽ പോരെ. ഞാനില്ലാതായാലും എൻ്റെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, എൻ്റെ വീട്ടുകാരെല്ലാം സന്തോഷിക്കണം, അവർ സന്തോഷിക്കട്ടെ, എനിക്ക് ഇത്ര ആയുസ്സുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സ്നേഹമുള്ളവരും ആഗ്രഹിക്കുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഭർത്താവ് മരിച്ചു എന്ന് കരുതി വിധവകളായ സ്ത്രീകൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, കണ്ണെഴുതാൻ പാടില്ല, പൊട്ട് കുത്താൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ഒരാളുടെ വേർപാടിനെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ആ ഒരു വേദന നമ്മളിൽ നിന്നും പോകില്ല എന്ന് കരുതി നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. നമ്മൾ വേറെ പല കാര്യങ്ങളും അതിനെ അതിജീവിക്കേണ്ട, ആ വേദനയെ അതിജീവിക്കാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മളിപ്പോൾ ചെയ്യണം, ചിന്തിക്കണം, നമ്മൾ മുന്നോട്ട് വരണം. ഒതുങ്ങിക്കൂടി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കുക. ആരുടെയും വാക്ക് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. വേദനകളെന്ന് വേദനകളായിട്ട് തന്നെ തുടരും. അതിപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും 10 കോടി കിട്ടിയെന്ന് പറഞ്ഞാലും വേദനകളായിട്ട് തന്നെ തുടരും. അതിനെ അതിജീവിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലാതെ ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അതാ സംഭവങ്ങളൊക്കെ അറിഞ്ഞു കൂട്ടി നമുക്ക് അടുത്ത കുക്കിങ്ങിലേക്ക് പോയി ബാക്കി സംസാരിക്കാം. മഴയൊന്നുമില്ല, കാറ്റൊന്നും ഇല്ലെങ്കിൽ കറണ്ട് എപ്പോൾ വേണേലും പോകാം. അതുകൊണ്ട് ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി വെക്കണം. അപ്പം അത് റെഡിയാക്കി വെക്കട്ടെ. ഇപ്പം ചക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതാണ് കേട്ടോ. ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ ഇതിങ്ങനെ ഐസാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഐസ് ഇറങ്ങത്തില്ല. ചക്ക ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്താൽ മാത്രം മതിയേ. കയ്യിൽ പിടിച്ച് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്താൽ മാത്രം മതി. ഞാൻ നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട ഇങ്ങനെ പോരും. ഇപ്പം ഞാൻ എൻ്റെ ഇപ്പം ഇനിയിപ്പോൾ പാസ്റ്റ് ഡേക്കൊന്നും നമുക്ക് പോകേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറയും. പക്ഷേ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ പാസ്റ്റിലേക്ക് പോകുന്നത്. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 25 വയസ്സ് വരെ, അതെന്നെ കല്യാണം കഴിക്കുന്നവരെ തന്നെ ഒന്നും ഒരിടത്തും പോയിട്ടില്ല. അമ്മ വീട്ടിൽ പോലും തന്നെ പോയി നിന്നിട്ടില്ല, മാറി നിന്നിട്ടില്ല. ആകെപ്പാടെ തനിച്ചൊക്കെ മാറി നിന്നിട്ടുള്ള സ്ഥലം എന്ന് വെച്ചാൽ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ ടൂറ് എക്സ്കർഷൻ എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോകുമ്പോൾ ആ 2-3 ദിവസത്തേക്കൊക്കെ ഞാൻ മാറി നിന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും ജീവിതത്തിൽ എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട ഒരവസ്ഥയിലേക്കാണ് ഞാൻ കടന്നുപോയത്. എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ടതിന് വിധവയായി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, പൊട്ട് കുത്താൻ പാടില്ല, സിന്ദൂരം ഇടാൻ പാടില്ല. ഞാൻ അതാണ് കേട്ടോ. ആ സമയത്ത് നമുക്ക് ടിക്ടോക്കൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോ റീൽസൊക്കെ ഇടുമ്പോഴത്തേക്കും, നമ്മൾ ഈ സംഭവമൊക്കെ ഇടുമ്പോഴത്തേക്കും അതിന് അവസ്ഥ നിങ്ങൾ വിധവയല്ലേ, നിങ്ങളെന്തിനാ സിന്ദൂരം ഇട്ടു.
സിന്ദൂരം എന്ന് പറഞ്ഞാൽ എന്തിനാ? ഭർത്താവിൻ്റെ ദീർഘായുസ്സിന് വേണ്ടിയിട്ടാണ്. മരിച്ചുപോയ ഭർത്താവ് മരിച്ചുപോയ ഒരു ഭാര്യ, അവൾ സിന്ദൂരം ഇട്ടാൽ മരിച്ചുപോയ ഭർത്താവ് ഒന്നോടെ എഴുന്നേറ്റ് വന്ന് വീണ്ടും ഒന്നോടെ മരിക്കുമോ? എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ഈ സിസ്റ്റം മുഴുവൻ മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. അല്ല ദൈവങ്ങൾ നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന്? അതൊക്കെ ഓരോ മനുഷ്യൻ്റെയും മനസ്സിൻ്റെ ചിന്തകളും അവസ്ഥകളും മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളിലും ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഒരു സിന്ദൂരിട്ട് അത് കാണാനൊരു ഐശ്വര്യമാണ്. അല്ലാത്തവരോടട്ടെ എന്താ ഇട്ടാ കുഴപ്പം? എനിക്ക് നേരിട്ട് എൻ്റെ വീഡിയോയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പോലും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അതിലൊന്നും യാതൊരു കാര്യവുമില്ല. ഞാൻ അതിനെക്കുറിച്ച് ഒട്ട് ബോധേടാവാറുമില്ല. അങ്ങനെ ഞാൻ ഒരു കാര്യം ഓർത്ത് വിഷമിക്കാറുമില്ല. പിന്നെയെന്ന് വെച്ചാൽ മാറ്റി നിർത്തപ്പെടലുകൾ, ഈ ഒരു അവസ്ഥയിൽ മാറ്റി നിർത്തപ്പെടലുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ ബാധ്യതയാകുമോ, അവൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ സമീപിക്കുമോ എന്നുള്ള ഭയം മൂലം നമ്മളോട് മിണ്ടാതിരുന്നവരുമുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു കാര്യം, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതാണ്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വീഴ്ച, എപ്പോഴെങ്കിലും ഒരു വീഴ്ചയും ഒരു താഴ്ചയും ഉണ്ടാകണം. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്നവർ എത്ര പേർ നമ്മളോട് ആത്മാർത്ഥതയുള്ളവരാണ്. നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലോ അല്ലെങ്കിൽ നമ്മളൊന്ന് വിളിച്ച് സംസാരിക്കാൻ പോലും ആരൊക്കെ കാണും എന്നുള്ള കാര്യം ഒരു തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു താഴ്ചയും വീഴ്ചയും ഉണ്ടാകണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഭർത്താവ് ഇല്ല എന്ന് കരുതി ആരും കണ്ണിടാതെയോ പൊട്ടു തൊടാതെയോ അല്ലെങ്കിൽ വൃത്തിയില്ലാതെയോ ഒന്നും നടക്കേണ്ട ആവശ്യമില്ല. കളറില്ലാത്ത മങ്ങിയ കളറുള്ള ഡ്രസ്സുകൾ ഇടണം എന്നില്ല. അതൊക്കെ അവനവൻ്റെ ചോയ്സാണ്, അവനവൻ്റെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ നടത്തിയില്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും വന്ന് നടത്തുമില്ലല്ലോ. അവരോട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞാൽ മറ്റുള്ളവർ ജീവിക്കും? ഒരിക്കലും ഇല്ലല്ലോ. നമ്മൾ നമ്മുടേതായ നമുക്ക് ഇഷ്ടമുള്ള കളറിലെ ഡ്രസ്സ് ഇടുക, അത് ഇണങ്ങിയത് ഇണങ്ങാത്തോ എന്തൊക്കെയോ ആയിക്കോട്ടെ, നമുക്ക് അതിലൂടെ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചൂസ് ചെയ്യുക. അതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടൊക്കെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ള ജീവിതമൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല. ഞാൻ എൻ്റെ സന്തോഷങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സന്തോഷങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ സന്തോഷങ്ങൾ കുറച്ച് പേരെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇത് മതിയെന്നേ, അത് മതി. നമ്മളങ്ങനെ ചക്ക അടപ്പത്തേക്ക് വെച്ചു. ഇനിയിപ്പം നമുക്ക് മീൻകറിയിലേക്ക് പോകാം. മീൻ സിലോപ്പി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അധികം വേവൊന്നും നമുക്കില്ലല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് ജീവിതത്തിൽ തനിച്ചായിപ്പോയ പെൺകുട്ടികൾ അധികം ബന്ധുബലമൊന്നും ഇല്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കുട്ടികളുമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾ അവരിലേക്ക് എത്തിച്ചേരും. അവർ എങ്ങോട്ട് പോകുന്നു, അവരെന്ത് ചെയ്യുന്നു, അവരെപ്പോൾ വരുന്നു, അവരെന്തൊക്കെയാണ് കഴിക്കുന്നത്, അവരേതൊക്കെ തരത്തിലുള്ള ഡ്രസ്സ് ഇടുന്നു, ഇങ്ങനെ ചുഴിഞ്ഞ് നോക്കാനായിട്ട് ഒരുപാട് കണ്ണുകൾ കാണും. നമ്മൾ മനസ്സാവാതെ അറിയാത്ത പല കാര്യങ്ങളും നമ്മളെക്കുറിച്ച് പറഞ്ഞൊന്നും ഇരിക്കേണ്ട. കേൾക്ക പറഞ്ഞിരുന്നെങ്കിൽ അപ്പം അടി വീണേനെ, അത് വേറെ കാര്യം. കാരണം ഒറ്റയ്ക്ക് താമസിക്കുന്നവർ അവരെക്കുറിച്ച് എന്തും പറയാനുള്ളൊരു ധാരണയുണ്ട്. പക്ഷെ അത് വെറുതെയാണ്. കാരണം അവർ സ്വയം കുറേ കരുത്താർജിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു കാലഘട്ടം വരെ, കല്യാണം വരെ ഞാൻ വീട്ടുകാരുടെ പിൻബലത്തിലാണ് ജീവിച്ചു. ഒറ്റയ്ക്ക് ഞാൻ ഒരിടത്തും പോയിട്ടില്ല, ഒറ്റയ്ക്ക് പോയി നിന്നിട്ടില്ല, ഒറ്റയ്ക്ക് കടയിൽ പോയിട്ടില്ല, ഒറ്റയ്ക്ക് ഒരു സാധനം പോലും വാങ്ങിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഹസ്ബൻഡ് വിവാഹത്തിന് ശേഷം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇന്ന കളർ ഡ്രസ്സ് എൻ്റെ ഇഷ്ടത്തിന് വേണമെന്നൊന്നുമില്ല. എനിക്ക് ആരെന്ത് കൊണ്ടു തന്നാലും എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അതായത് എനിക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടങ്ങളോ അങ്ങനെയൊന്നുമില്ല. കിട്ടിയാൽ കിട്ടിയില്ല അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ജീവിച്ചൊരു കാലഘട്ടത്തിൽ പെട്ടെന്ന് അങ്ങ് തനിച്ചായി പോയി. ഇപ്പോൾ കാശ് കൈകാര്യം ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. ഇതെല്ലാം ഞാൻ തനിയെ ആദ്യം കുറേ അബദ്ധങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് പറ്റിക്കപ്പെട്ട ഒരു കടയിൽ പോയി കഴിഞ്ഞ സാധനങ്ങളുടെ വില ചോദിക്കാതെ സാധനം വാങ്ങും. അവർ പറയുന്നത് എന്താണ് അത് കൊടുക്കുന്നു, ഇറങ്ങിപ്പോരും. ബാക്കി എത്രയാണെന്ന് പോലും ഞാൻ നോക്കാറില്ല. അത് എവിടെ വയ്ക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ സ്വയം ആർജിച്ചെടുത്ത കഴിവുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന പെൺകുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വയം ആർജിക്കാൻ കഴിവുള്ള എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് തിരിച്ചു വയ്ക്കാൻ കഴിവുള്ളവരാണ്. അത് സ്വയം വരുന്ന ഒരു കഴിവാണ്. അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എങ്കിൽ വെറുതെ കരഞ്ഞിരിക്കാതെ അങ്ങനെ ആയിത്തീരണം, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ഞാൻ ഒരുപാട് വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ട്. പല കാര്യങ്ങളും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേക്കൊക്കെ ഞാൻ വളരെ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. 2015 തന്നെ ഞാൻ ഫേസ്ബുക്കൊക്കെ ഓപ്പൺ ചെയ്ത് കുറേ ഗ്രൂപ്പുകളിലൊക്കെ
ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആളുകളായിട്ട് മിങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 13 വിധവയായെങ്കിൽ 2 വർഷത്തോളം റെസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അമ്മച്ചിക്ക് അസുഖമൊക്കെ വന്ന് ആശുപത്രികൾ തോറും നടക്കുക. അങ്ങനെ പിന്നീട് ജോലിയിലേക്ക് കടന്നു. പിന്നെ അവിടെ നിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് വന്നു. ജോലി, സ്റ്റുഡൻസ്, സോഷ്യൽ മീഡിയ. അതുകൊണ്ട് ഞാനങ്ങനെ വീട്ടിൽ അടങ്ങിക്കൂടിയിരിക്കേണ്ടെന്ന് അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടിയിരിക്കേണ്ടെന്നൊരു സമയമൊന്നും വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊറോണ ടൈമിലാണ്. അത് IELTS വേണ്ടിയിട്ട് ഇറങ്ങി പിന്നെ വെളിയിലേക്ക് പോകാൻ പറ്റാതെ വന്ന് കൊറോണ ടൈമിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നു. പിന്നീട് ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാനിപ്പോൾ ജോലിയിലേക്ക് പോയത്. പക്ഷെ അങ്ങനെ ഗ്യാപ്പ് വന്നെങ്കിലും ഞാൻ വെറുതെ ഇരുന്നില്ല. അണ്ണാമല യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനൊക്കെ ഓൺലൈൻ ക്ലാസ് എടുക്കുകയും ഞാൻ ആക്റ്റീവായിരുന്നു. ഞാൻ എപ്പോഴും അന്നും ഇന്നും ഒക്കെ ഞാൻ ആക്റ്റീവാണ്. അങ്ങനെ ഒതുങ്ങിക്കൂടി ഒരിടത്ത് കരഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരിക്കാനോ ഒന്നും ഞാൻ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വിജയം എന്നതായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് ആരും മറ്റുള്ളവരെന്ത് പറയുന്നു, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നൊക്കെ പേടിച്ച് നമ്മൾ ഒതുങ്ങിക്കൂടാൻ പോയാൽ അത് നമ്മൾ വിധവകളാണെങ്കിലും ഡിവോഴ്സ് ആയവരാണെങ്കിലും അങ്ങനെ പറ്റി ഒന്ന് ഒതുങ്ങിക്കൂടാൻ പോയിട്ടുണ്ടെങ്കിൽ ജീവിതമൊന്നും മുന്നോട്ട് പോകില്ല. അപ്പം അതായത് നമ്മൾ മീനൊക്കെ വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചീഫ് കുക്കും എത്തിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ജീവിതം കഴിഞ്ഞ പിന്നെ അതാ ഇതുപോലെ തിളച്ച് പൊന്തി വന്ന പ്രതീക്ഷകളായിരുന്നു എൻ്റെ അടുത്ത കാലഘട്ടം. ഈ മീൻ വെള്ളം തിളയ്ക്കുന്ന കണ്ടപ്പോൾ ഞാനതാ ഓർത്തെ. അങ്ങനെ തിളച്ച് പൊന്തി വന്നതാണ് ചേട്ടൻ. കരക്കടിഞ്ഞ തിമംഗലം. പിടിക്കുന്നത് എവിടെയോ ഉണ്ട്. ഞാനത് കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ അവിടെ ഇരുന്ന് വേവട്ടെ. ചക്ക ഐസ് വെന്തോ? ഓർമ്മ എടുത്തിട്ട് ഇങ്ങനെ തിന്നു നോക്കിയേ. സൂപ്പറായിട്ട് വന്നു. പല്ല് തേക്കാതെ ചേട്ടൻ ചവയ്ക്കാറില്ലേ? പല്ല് തേക്കണ രാത്രിയിലല്ലേ, ഇപ്പോഴല്ലല്ലോ. അപ്പം അതാ നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്കപ്പുഴുക്ക് ഒരു 15 മിനിറ്റോടെ കഴിഞ്ഞാൽ മീനും റെഡിയാകും. അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇല്ല ചേട്ടാ? കുറേ ദുരിതങ്ങൾക്ക് ശേഷം വന്ന ലൈഫാണ് എനിക്കിത്. കുറേ കളിയാക്കലുകൾക്കും കുത്തുവാക്കുകൾക്കും ഒക്കെ ശേഷം വന്ന ലൈഫ്. ശരിയാണോ ചേട്ടാ? എനിക്ക് ഒറ്റപ്പെടലുകൾക്കും. അപ്പം ഞാനിങ്ങനെ പല കമൻറ്റുകളും കണ്ടിട്ടുണ്ട്. പലരും പറഞ്ഞേ, എൻ്റെ അമ്മ ഞങ്ങളെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒറ്റയ്ക്കാണല്ലോ വളർത്തിയത്, അമ്മയ്ക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. കേട്ടോ ചേട്ടാ? പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയുന്നവർ ഒരു കാര്യം ചിന്തിക്കണം. അമ്മയുടെ സങ്കടങ്ങൾ ഒരിക്കലും മക്കളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അവർ നേരിട്ട അവഗണനകളും ഒറ്റപ്പെടലുകളും കുത്തുവാക്കുകളൊക്കെ അവർക്കൊരു പുതിയ ജീവിതത്തിലേക്കൊരു പ്രതീക്ഷ ഉണ്ടായി കാണില്ലായിരിക്കും. മക്കളോട് സാധിക്കാമെന്നും പറഞ്ഞെല്ലാം സഹിച്ച് കാണുമായിരിക്കും. പക്ഷെ ആ മക്കൾ എത്രമാത്രം അവരെ വളർന്നതിന് ശേഷം അവരുടെ ആഗ്രഹങ്ങളിലൂടെ പോയിട്ടുണ്ടാകും, മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളിലൂടെ പോയിട്ടുണ്ടാകും. അപ്പം അവനവൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ അത് നല്ലതാണ് എങ്കിൽ രണ്ടാമത് ലൈഫ് തിരഞ്ഞെടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ശരിയാണോ? അങ്ങനെ ജീവിതത്തിലേക്കൊരു പുതിയ പ്രതീക്ഷയുമായിട്ടാണ് ഈ അടുക്കളയിലേക്ക് ഞാൻ കടന്നു വരുന്നത്, ചേട്ടൻ്റെ ജീവിതത്തിലേക്ക്. അതിൽ നിന്ന് എനിക്ക് സന്തോഷം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ചേട്ടനോട് മുഖത്ത് നോക്കി പറയേണ്ട കാര്യം ഞാൻ മുഖത്ത് നോക്കി തന്നെ പറയും. പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ? ഇതുവരെയുള്ള എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന, ഞാനത് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റയ്ക്കൊക്കെ ജീവിച്ചപ്പോൾ നേരിട്ട അവഗണനകൾ, മാറ്റി നിർത്തപ്പെടലുകൾ, ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. അപ്പം വേറെ ആരും ഇല്ലല്ലോ എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് നല്ല കരുത്തായിട്ട് നടക്കുക. അപ്പം ചിലരവർക്ക് നല്ല അഹങ്കാരിയായിരിക്കും, ജാടയായിരിക്കും.
തൻ്റേടിയായിരിക്കും. ഇതൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് വന്ന കാര്യമാണ്. ചേട്ടൻ അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിച്ചപ്പോൾ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മാറ്റി നിർത്തപ്പെടലുകളോ കളിയാക്കലുകളോ? കളിയാക്കിയിട്ടുണ്ടോ ചേട്ടാ ആരെങ്കിലും? കുടുംബത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കണം. അതുകൊണ്ട് ചേട്ടന്റെ കേക്ക പറഞ്ഞിട്ടുണ്ടാവില്ല. മാറ്റി നിർത്തപ്പെടലുകളൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമൊക്കെ എനിക്കറിയാവുന്ന, ഞാനത് കേട്ടിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ സമയമില്ല. നമ്മളിങ്ങനെ പഠനത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ചിന്ത നമുക്ക് വന്നിട്ടില്ല. ആരോട്ടോ എന്നോട് ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒറ്റയ്ക്ക് ചുമ്മാ നടന്നിട്ട് കാര്യമില്ല, നീ പോയി പണിയെടുത്തിട്ടുണ്ട്, എന്നാലും നീ പിന്നെ പൈസ ആകുമ്പോൾ നിനക്ക് ഇരിപ്പായി കഴിഞ്ഞിട്ടില്ല, നിന്നെ ആരും സഹായത്തിന് ആരും കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഒരു എന്നോട് പറയുന്നത് ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിച്ചോണ്ടിരുന്ന മോൻ്റെ കാര്യം നോക്കി പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കായി പോവില്ലേ, കാര്യമായ ബന്ധുക്കളൊന്നും ഇല്ലല്ലോ എന്ന്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഒരു ചേട്ടൻ ഒരു ദിവസം ചേട്ടനെ എവിടെയോ വെച്ച് കണ്ടു കഴിഞ്ഞപ്പം, അന്ന് ആശുപത്രിയിൽ വെച്ചാ മുതലക്കുളത്തില്ലേ, എന്നെ വിളിച്ചിട്ട് ഇവൻ ഇങ്ങനെയൊന്നും അല്ല ഞാൻ കാണുമ്പോൾ, ഇവൻ ഒരുമാതിരി പ്രാന്തനെ പോലെയായിരുന്നു. ഇപ്പൊ ഇവ നല്ല സുന്ദരനായിരുന്നു. അതിന് ക്രെഡിറ്റ് എനിക്കത് കേട്ടപ്പോൾ അഭിമാനം തോന്നി കേട്ടോ. എനിക്കത് കേട്ടപ്പോൾ അഭിമാനം തോന്നി. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞൊന്നും കരുതി ഞങ്ങൾ അതിൽ ഹാപ്പിയാണ്. ആണോ? ആണോ? സത്യം മാത്രമേ പറയാവൂ. സത്യം മാത്രമേ പറയുള്ളൂ. അപ്പം എന്താണെങ്കിലും കുറേ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയെങ്കിലും അതിലൊന്നും തളരാതെ മുന്നോട്ട് പോയി. പല കുത്തുവാക്കുകൾ കേട്ടെങ്കിലും അതിലൊന്നും തളരാതെ മുന്നോട്ട് പോയി. ഞാനെടുത്ത തീരുമാനങ്ങളൊന്നും തെറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാത്തിൻ്റെ അവസാനം സന്തോഷം ആയതുകൊണ്ട് എടുത്ത തീരുമാനമൊക്കെ ശരിയാണെന്നേ തോന്നിയിട്ടുള്ളൂ. അപ്പം ഇനി നമുക്ക് കപ്പയും മീനും ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? സന്തോഷ സൂചകമായി കപ്പയും മീനും ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ച വെളിച്ചെണ്ണയൊക്കെ കൊടുത്ത്, ചേട്ടന് വെളിച്ചെണ്ണ അങ്ങ് ഒഴിക്കാനങ്ങ് മടിയാണ്, തുള്ളിയായിട്ടാ വീഴുള്ളൂ. ടേസ്റ്റ് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. മതി. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കപ്പാണ്, ചക്കയും മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എടുക്കുക കേട്ടാ, എടുക്ക. ഇങ്ങനെ കോഴി ഒഴിച്ച് അതിലൊക്കെ ഒരു പീസ് മീനൊക്കെ ഇടും. ഇളക്കണ്ട, ഇളക്കിയ മീൻ പൊടിഞ്ഞു പോകും. ചേട്ടൻ പ്ലേറ്റ് എടുക്ക. എടാ ചക്കപ്പുഴുക്ക് തിന്നാനായിട്ട് വരുന്നുണ്ട് ഇതിലെ, ഓടിയാ വരുന്നത്. ശുണ്ടരൻ, ഇവൻ്റെ പേരാണ് ശുണ്ടരൻ. കുട്ടാപ്പു, ബാ കുട്ടാപ്പു. അമ്മ അത് അങ്ങനെയുണ്ട് ചേട്ടാ. ഭയങ്കര എരിവാണോ ചേട്ടാ? ഓവർ എരിവൊന്നുമില്ലല്ലോ. ഇത്തിരി താഴെ കൂടിയാ ചക്ക പുഴുങ്ങണ അല്ലേ ചേട്ടാ? അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. കുട്ടാപ്പൂ ഇവിടെ വന്നിരിക്കുവാണോ? ആൻസിനെ വിളിച്ചിട്ട് വന്നില്ല. ആൻസാണെങ്കിൽ അവിടെ ഭയങ്കരമായ പഠനത്തിലാണ്. ചേട്ടൻ ഭയങ്കരമായ പഠനത്തിലാണ് കേട്ടോ. നാളെ മാത്സാണ്. കുട്ടാപ്പൂൻ്റെ അമ്മയുടെ കൂടെയാണ്. അമ്മച്ചി ചക്കപ്പുഴുക്ക് കഴിക്കുന്നുണ്ട്.
അപ്പം അങ്ങനെ നമ്മൾ കഥകളൊക്കെ പറഞ്ഞ് ചക്കപ്പുഴുക്കും മീൻകറിയും ഒക്കെ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ജീവിതം എങ്ങനെ ആയിരിക്കണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അത് സന്തോഷത്തോടെ വേണോ അതോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് സങ്കടത്തോടെ വേണോ എന്നൊക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. സങ്കടപ്പെട്ടാലും സന്തോഷിച്ചാലും അത് മറ്റുള്ളവരെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല. സങ്കടപ്പെട്ട് നടക്കുന്നത് കാണാനാണ് കൂടുതൽ ആളുകൾക്കും സന്തോഷം. പക്ഷേ നമ്മൾ സന്തോഷിക്കുന്നതാണ് നമുക്ക് സന്തോഷം. നമ്മുടെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വിശേഷവും പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും. ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.